ഹായ് എവരി വൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രോഷ്യ ഹാറ്റ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ബ്ലാങ്കറ്റ് ആണ് 4.5 ക്രോഷ്യ ഹുക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരു 6 സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. അങ്ങനെ റൗണ്ട് ഓൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ടിൽ ആദ്യത്തെ സ്റ്റിച്ചിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ റൗണ്ടിൽ ഇൻക്രീസോ ഡിക്രീസോ ഒന്നുമില്ല. ഓരോ സ്റ്റിച്ചിലോട്ടും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കണം. എൻ്റെ തേർഡ് റൗണ്ട് ആദ്യത്തെ സ്റ്റിച്ചിലോട്ട് സ്റ്റിച്ച് മാർക്കർ മാറ്റി ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഈ റൗണ്ടിൽ നമുക്ക് ഡിക്രീസാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ സ്റ്റിച്ചിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുത്തു. ഇനി അടുത്ത സ്റ്റിച്ചിലോട്ട് നമുക്ക് ഡിക്രീസ് ചെയ്യണം. അടുത്ത 2 സ്റ്റിച്ചിലോട്ട് നമുക്ക് ഡിക്രീസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്ന സ്റ്റിച്ചിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് ഡിക്രീസ്. റൗണ്ട് 3 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് റൗണ്ട് 4 ആദ്യത്തെ സ്റ്റിച്ചിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാ വരുന്നതാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ റൗണ്ട് നമുക്ക് ഇൻക്രീസ് ആണ് ചെയ്യേണ്ടത്. ആദ്യത്തെ സ്റ്റിച്ചിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ, അടുത്ത് വരുന്ന സ്റ്റിച്ചിലോട്ട് 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കാം. 1, 2 എന്ന രീതിയിൽ ഈ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് റൗണ്ട് 5 ചെയ്യാം. ഇതിൽ ഇൻക്രീസോ ഡിക്രീസോ ഒന്നുമില്ല. ഓരോ സ്റ്റിച്ചിലോട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കാം. ഇനി ആറാമത്തെ റൗണ്ടിൽ നമുക്ക് ആദ്യത്തെ സ്റ്റിച്ചിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ട് സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഈ റൗണ്ടിൽ ലാസ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷ്യാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് യാൺ ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടി ഞാൻ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇനി റൗണ്ട് 7ൽ ഇൻക്രീസോ ഡിക്രീസോ ഒന്നുമില്ല. ഓരോ സ്റ്റിച്ചിലോട്ടും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് വൈറ്റ് യാൺ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ബാക്കി വരുന്ന സ്റ്റിച്ചിലൂടെ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കാം.
നമുക്ക് റൗണ്ട് 8 സ്റ്റാർട്ട് ചെയ്യാം. ഈ റൗണ്ടിൽ ഇൻക്രീസ് ആണ് ചെയ്യേണ്ടത്. ആദ്യത്തെ 2 സ്റ്റിച്ചിലോട്ട് ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു സ്റ്റിച്ചിലോട്ട് 2 സിംഗിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കാം. 2 സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് ഇൻക്രീസ് എന്ന രീതിയിൽ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. റൗണ്ട് 8 ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത 2 റൗണ്ട്, അതായത് റൗണ്ട് 9 ആൻഡ് 10 നമുക്ക് ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ 2 റൗണ്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ട് 11 സ്റ്റാർട്ട് ചെയ്യാം. ഈ റൗണ്ടിൽ നമുക്ക് ഇൻക്രീസ് ആണ് ചെയ്യേണ്ടത്. ആദ്യത്തെ 2 സ്റ്റിച്ചിലോട്ട് ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കാം. മൂന്നാമത്തെ സ്റ്റിച്ചിലോട്ട് 2 സിംഗിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കാം. 2 ഇൻക്രീസ് എന്ന രീതിയിൽ ഈ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് വരാം. റൗണ്ട് 12 ആണ്. അപ്പോൾ ഈ 12ലും നമുക്ക് ഇൻക്രീസ് തന്നെയാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ 3 സ്റ്റിച്ചിലോട്ട് ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്തെടുക്കാം. നെക്സ്റ്റ് വരുന്ന സ്റ്റിച്ചിലോട്ട് 2 സിംഗിൾ ക്രോഷേ വീതം ചെയ്തെടുക്കാം. 3 ഇൻക്രീസ് എന്ന രീതിയിൽ ഈ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. റൗണ്ട് 13 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ റൗണ്ടിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യണം. ആദ്യത്തെ 4 സ്റ്റിച്ചിലോട്ട് ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു സ്റ്റിച്ചിലോട്ട് 2 സിംഗിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കാം. റൗണ്ട് 14 നമുക്ക് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ ഒന്നുമില്ല. ഓരോ സ്റ്റിച്ചിലോട്ടും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കാം. ഈ റൗണ്ടിലെ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് യാൺ ചേഞ്ച് ചെയ്യണം. അതിനുവേണ്ടി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. വീണ്ടും ഞാൻ വൈറ്റ് ആണ് തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് ക്രിസ്മസിൻ്റെ തീം ആയതുകൊണ്ടാണ് റെഡും വൈറ്റ് യൂസ് ചെയ്ത്. റൗണ്ട് 15 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ റൗണ്ടിൽ ഇൻക്രീസോ ഡിക്രീസോ ഒന്നുമില്ല. നമുക്ക് ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കാം. ഇത് ലാസ്റ്റ് റൗണ്ടാണ്. ഈ റൗണ്ടിൽ നമുക്ക് ഡിക്രീസോ ഇൻക്രീസോ ഒന്നുമില്ല. ഓരോ സിംഗിൾ ക്രോഷേ വീതം ഓരോ സ്റ്റിച്ചിലൂടെ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ എല്ലാ റൗണ്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഒരു ചെയിനും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് യാൺ കട്ട് ചെയ്തെടുക്കാം. സ്റ്റിച്ചസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി എക്സ്ട്രാ വരുന്നതാണൊക്കെ നമുക്കത് കവർ ചെയ്തെടുക്കാം. ഇനി ഇത് ക്രിസ്മസ് ഹാറ്റ് പോലെ ആവാൻ വേണ്ടി വൈറ്റിൻ്റെ അവിടെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ സ്റ്റാറിലേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റാറിൻ്റെ ട്യൂട്ടോറിയൽ നെക്സ്റ്റ് ഒരു വീഡിയോ ആയി ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും. ബൈ.